ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണണം. കുടിയേറ്റക്കാരെ നിയമപരമായി സംരക്ഷിക്കണം. അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ നീക്കണം. ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണയാണ്. സാർ, കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണ്. സാർ, ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. സാർ, പരുന്തുംപാറ, വാഗമൺ, ചൊക്രമുടി, ചിന്നക്കനാൽ, മാൻകുത്തിമേട്, അണക്കരമേട്, കൊട്ടകാമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേറ്റം നടത്തിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ പറഞ്ഞ ഈ പരുന്തുംപാറ, വാഗമൺ പ്രദേശങ്ങളിലെ കയ്യേറ്റം സാർ 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സാർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഒരു നടപടി പോലും. അതായത് തട്ടുപാറയാണ്. ഒരിക്കലും സർക്കാരിന് പട്ടയം കൊടുക്കാൻ കഴിയില്ല. സർക്കാർ പട്ടയം കൊടുത്തിട്ടുമില്ല. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. നൂറുകണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല. പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. സാർ, ഇപ്പൊ സ്വീകരിച്ച നടപടി എന്താ? ഇപ്പൊ വലിയ വിവാദമായപ്പോൾ അവിടെ കൊണ്ടുപോയി ബോർഡ് വെച്ചു, ഇത് സർക്കാർ ഭൂമിയാണ് എന്ന്. പഴയ പരിപാടിയാണ് അവിടുത്തെ. അത് നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഈ കയ്യേറ്റക്കാർ തന്നെ അതെടുത്ത് തോട്ടിൽ എറിയും, ഈ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡ്. സാർ, ഭൂസംരക്ഷണ നിയമപ്രകാരം ഇത്രമാത്രം വ്യാജ പട്ടയമുണ്ടാക്കി നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയ ആൾക്കെതിരായിട്ട് ഒരു കേസ് എടുത്തിട്ടില്ല. ഭൂസംരക്ഷണ നിയമപ്രകാരം കേസ് എടുത്തിട്ടില്ല. ഇത്രയും പരാതികളുള്ള ഈ കേസിൽ എടുത്തിട്ടില്ല. സാർ, ഇത് തീർച്ചയായും ഒന്ന് ശ്രദ്ധപ്പെടുത്താനാണ്. അങ്ങ് കൃത്യമായിട്ടാണ് പോകുന്നത്. KLC ആക്ട് അനുസരിച്ച് നടപടി എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ടല്ലോ. അതിലെ ബി ഫോം നമ്മൾ 3 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തി ഫോം ബിയും ഫോം സിയും കൊടുക്കണം. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പറ്റുള്ളൂ. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ KLC ആക്ടിന്റെ ഒരു പ്രത്യേകത പെടുത്തി. സർ, ഞാൻ പറഞ്ഞത് ശരി. ഇത് 2022 മുതൽ റവന്യൂ വകുപ്പിന് അറിയാം ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി കയ്യേറ്റം നടന്ന സ്ഥലമാണെന്ന്. 2025 ഭൂസംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് പോലും ഈ കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ എടുത്തിട്ടില്ല. സാർ, ചൊക്രമുടിയിൽ 2 മേഖലയിൽ കയ്യേറ്റമുണ്ട്. ഒരു മേഖലയിൽ അങ്ങ് പറഞ്ഞതുപോലെ 13.79 ഏക്കർ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്തു. ഞാനതിനെ സ്വാഗതം ചെയ്തു. പക്ഷെ ആരാണ് സാർ കയ്യേറിയത്? ഞാൻ ആരുടെ പേര് പറയുന്നില്ല. കാരണം ഇടുക്കി ജില്ലയിലെ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞാൽ വലിയ വിവാദവും. ആരുടെ പേര് ഞാൻ പറയില്ല. ഞാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചതാണ്. ഒരാളുടെ പേര് പറയില്ല. വന്നിട്ട് സൂചന ആരാണെങ്കിൽ ഇത് മദ്രാസിലുള്ള ഒരു കയ്യേറ്റക്കാരനാണ്. സാർ, കൊട്ടക്കാമ്പൂരിൽ ഇയാൾ 344.5 ഏക്കർ കയ്യേറിയെന്ന് തഹസിൽദാരും സബ് കളക്ടറും അടക്കമുള്ള ആളുകൾ നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ട് അയാൾക്കെതിരായിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. അയാളത് മറച്ചുവിറ്റു പലർക്കും. 344 ഏക്കർ കൊട്ടക്കാമ്പൂരിൽ. അത് കഴിഞ്ഞപ്പോൾ അയാൾ നേരെ വന്ന് ചൊക്രമുടിയിൽ ഭൂമി കയ്യേറി. സാർ, ആ ഭൂമി കയ്യേറിയപ്പോൾ ആരോപണം ഉന്നയിച്ചു, സർക്കാരിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. ഇവിടെ CP അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ചിന്നക്കനാൽ, വട്ടവട, കാന്തല്ലൂർ, മാങ്കുളം, വാഗമൺ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. സാർ, അദ്ദേഹം പറഞ്ഞിരുന്നത് വരയാടുകൾ മേഞ്ഞു നടക്കുന്ന, കാട്ടാനകൾ വിരുന്നു വരുന്ന അപൂർവ ഇനം ഔഷധ ഗുണങ്ങളുള്ള സസ്യജാലങ്ങളുള്ള ചൊക്രമുടി ഇടുക്കിയുടെ ഐശ്വര്യമാണ്. സാർ, അതിവിദഗ്ധമായ ഗൂഢാലോചനയാണ് ഈ കയ്യേറ്റത്തിന്റെ പുറകിൽ നടന്നത്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ. അങ്ങയുടെ കയ്യിൽ കിട്ടിയൊരു അപേക്ഷ അങ്ങ് പരിശോധിക്കാൻ വേണ്ടി, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തില്ല, പരിശോധിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ അപേക്ഷ? ആ അപേക്ഷ ഇടുക്കി കളക്ടറേറ്റിലെത്തിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങി അവിടെ പോയി ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു. ഈ കയ്യേറ്റ ഭൂമി അതാണ് ഉണ്ടായത്. അതപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കില്ലേ? ഞങ്ങൾ അവിടെ പോയി
ഞാനടക്കമുള്ള ആളുകൾ, സി രമേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതുകൊണ്ടും ഞങ്ങളവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമല്ലേ നിങ്ങൾ നടപടികൾ എടുത്തത്. സാർ, അതിന്റെ തൊട്ടപ്പുറത്ത്, ചൊക്രമുടിയിൽ അതിന്റെ തൊട്ടപ്പുറത്ത് കല്ലമ്പലം, ഉപ്പള, പച്ചപ്പുല്ല് തുടങ്ങിയ സ്ഥലത്ത് സാർ കയ്യേറ്റക്കാര് പാറ പൊട്ടിച്ചിട്ട് 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ, നമ്മുടെ നാട്ടിലില്ല, 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി. 10 മീറ്റർ വീതിയിൽ ഞാൻ പേര് പറയില്ല കേട്ടോ, അത് പേര് പറയുന്ന പ്രശ്നവും. 2.5 കിലോമീറ്റർ നീളത്തിൽ പണിതു, പാറ പൊട്ടിച്ചു പണിതു. സാർ, അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ? ഏതാ പാറയെന്ന് എനിക്ക് സംശയമാണ്. ഏതാ പാറ? ഈ അനങ്ങാ പാറയാണ്. 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല, അങ്ങേക്കറിയാം. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ്, നടപടി എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ പുറയിൽ. ഇതില്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞത്, ഈ ഭൂമി കയ്യേറിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുക. സാർ, ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകിയ ഭൂമിയും HLന്റെ ഭൂമിയും ആരാണ് സാർ കയ്യേറിയത്? അത് ഞാൻ പേര് പറയില്ല. അതാരാ കയ്യേറിയത്? തൊടാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? സൂചന അവർക്കെല്ലാവർക്കും മനസ്സിലായ ആരാന്ന്. തൊടാൻ പറ്റിയിട്ടില്ല സാർ ഇതുവരെ. ആദിവാസികൾക്ക് കൊടുത്ത ഭൂമിയും കയ്യേറി, HNLന്റെ ഭൂമിയും കയ്യേറി, ചിന്നക്കനാലിൽ ചെയ്തിട്ടില്ല. ഇനി സർക്കാർ പുറമ്പോക്കിൽ പാറ ഖനനം നടത്തിയ അത് ഞാൻ പേര് പറയില്ല. ഒരാളുടെ കുടുംബമാണ്, പ്രധാനപ്പെട്ട ഒരാളുടെ കുടുംബമാണ്. സാർ 2024 മാത്രം ജില്ലാ ജിയോളജിസ്റ്റ്, ഇതൊന്നും തീർത്തോട്ടെ, ജില്ലാ ജിയോളജിസ്റ്റ് 27 റിപ്പോർട്ട് കൊടുത്തു. 27 റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ്. പാറ ഖനനം ഈ സർക്കാർ ഭൂമിയിൽ നടക്കുകയാണ്. സാർ, 29/4/2024 ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് വെച്ചുകൊണ്ട് ഈ പാറ പൊട്ടിച്ചെന്ന് ഒരു പരാതി കൊടുത്തു. സാർ, അപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു. എന്താ നടപടി എന്നറിയാമോ? ജില്ലാ ജിയോളജിസ്റ്റിനെ പിറ്റേ ദിവസം സ്ഥലം മാറ്റി. അതാണ് നടപടി, ശക്തമായ നടപടി സ്വീകരിച്ചത് ഇടുക്കിയിലെ. സാർ, ഇവിടെ പറഞ്ഞല്ലോ 1964 ആ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സാർ, എന്തായിരുന്നു സാർ ഹൈക്കോടതിയിലെ പ്രശ്നം? ഹൈക്കോടതിയിൽ സർക്കാർ ഇത് അവതരിപ്പിച്ചിട്ടില്ല. കാരണം കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല, അത് വ്യാജ പട്ടയമാണ്. ആ കണ്ടുപിടിച്ചിട്ടുള്ള വ്യാജ പട്ടയങ്ങളുടെ ലിസ്റ്റ് സർക്കാർ, പേര് പറയാൻ പറ്റില്ല സർക്കാരിന്, അതാ പ്രശ്നം. ആരാണ് വ്യാജ പട്ടയം കൊണ്ട് ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നതിന്റെ ലിസ്റ്റ് കൊടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണ് ഇതാണ് വ്യാജ പട്ടയം, ഒറിജിനൽ പട്ടയം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയായ ആളുകൾക്കാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ ആ സ്റ്റേ വന്നത്. സാർ, ഇവിടെ CHRലെ കാര്യം അങ്ങ് വളരെ വിശദീകരിച്ചു, കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ 2016 വരെ CHR ഭൂമി എന്ന് വെച്ചാൽ 2,10,000 ഏക്കറാണ്. അവിടെ നമ്മുടെ ഒരു സ്റ്റാൻഡ് പണ്ട് മുതലേ ഭൂമി റവന്യൂവിന്റെയും മരങ്ങൾ വനം വകുപ്പിന്റെ സ്റ്റാൻഡാണ്. സാർ, നിങ്ങൾ റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്താ? അങ്ങൊന്ന് പരിശോധിക്കണം. റവന്യൂ വകുപ്പ് ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഇത് വനഭൂമിയാണെന്നാണ്. സാർ, 2018 ഇവിടെ ശ്രീ മാത്യു കൊള്ളാടൻ സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പ് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, ഇത് മുഴുവൻ വനഭൂമിയാണെന്ന്. അതുപോലെ സാർ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇത് 413 സ്ക്വയർ മൈൽ ഉണ്ടെന്ന്. അതായത് 2,64,000 ഏക്കറാണ്. സാർ, ഇത് 334 സ്ക്വയർ മൈൽ മാത്രമേ ഉള്ളൂ. എല്ലാ രേഖകളും അനുസരിച്ച് 334 സ്ക്വയർ മൈൽ മാത്രമേ ഉള്ളൂ. സാർ, അത് എനിക്ക് 3-4 മിനിറ്റ് കൂടിയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം. അത് സാർ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തെറ്റായ വിവരമാണ്. ഏത് രേഖയിലാണ് സർക്കാരിന്റെ? ഞങ്ങൾ ട്രാവൻകൂർ ഗസറ്റ് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഇതനുസരിച്ചുള്ള മുഴുവൻ സാധനങ്ങളും പരിശോധിച്ചു. ഒരു സ്ഥലത്തും ഇത് 2,64,000 ഏക്കർ ഇല്ല. 2,10,000 ഏക്കർ മാത്രമേ ഉള്ളൂ.
ശരിയായ രീതിയിലല്ല കേസ് പോകുന്നത്. അങ്ങത് പരിശോധിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് 15,000 ഏക്കർ ഭൂമി മാത്രമാണ് വനഭൂമി. അത് ഈ CHR മേഖലയ്ക്ക് പുറത്തല്ല. സാർ, ഈ സ്റ്റേയോടുകൂടിയുള്ള പ്രശ്നം ഒരു എതിരായിട്ടുള്ളൊരു വിധി വന്നാൽ 2,10,000 ഏക്കറിൽ നിന്ന് ആളുകൾ എവിക്റ്റ് ചെയ്യപ്പെടും. CHR ഭൂമി റിസർവ് ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായാൽ അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണ്? അവിടെ ജീവിക്കുന്ന, വർഷങ്ങളായി ജീവിക്കുന്ന, തലമുറകളായി ജീവിക്കുന്ന ആളുകൾ മുഴുവൻ അവിടെ നിന്ന് പുറത്തു പോകും. വനമന്ത്രിക്ക് പോലും സന്തോഷം ഉണ്ടാവില്ല. 2 ലക്ഷം ഏക്കർ പുതിയതായിട്ട് വനഭൂമിയായി കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടാവോ? പുറത്തു പോവും. അവിടെ നിന്ന് മരങ്ങൾ നിങ്ങളുടെയാണ്, വനം വകുപ്പിന്റെയാണ്. സാർ, ഇപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അങ്ങ് കുറെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സാർ, ഇപ്പൊ അങ്ങ് പറഞ്ഞ കട്ടപ്പനയിലെയും കാഞ്ചിയാറിലെയും പട്ടയം കൊടുക്കാൻ പറ്റുമോ? CHR ഭൂമിയാണ്. ഈ സ്റ്റേ നിൽക്കുമ്പോ അത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ, കല്ലാർകുട്ടിയിലെ 10 ചെയിൻ മേഖല, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ വില്ലേജുകളിലെ 3 ചെയിൻ മേഖല, തോപ്രാങ്കുടി പച്ചടി മേഖലയിലെ ഏലം കൃഷി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം, ഇവർക്കൊന്നും നമുക്ക് പട്ടയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. സാർ, 993 റൂളിൽ വേറൊരു പ്രശ്നമുണ്ട്. ചെറിയ കടമുറികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? സമയം അദ്ദേഹം തെറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ച അഫിഡവിറ്റാണ് ഞാൻ വായിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ആസ് ഓൺ ഡേറ്റ് ദ ഏരിയ അണ്ടർ കാഡമം ഹിൽ റിസർവ് സ്കാറ്റേഡ് ഇൻ ദ ഈസ്റ്റ് while 3 താലൂക്സ് ദേവികുളം, പീരുമേട് ആൻഡ് ഉടുമ്പൻചോല is 2,64,885 acres, which is equivalent to 413.88 square miles. It is submitted that for all partial purpose, said area is not to be considered as part of forest. ടോട്ടൽ നമ്മുടെ എല്ലാ രേഖകളിലും എല്ലാ ഡോക്യുമെന്റിലും നമുക്ക് 334 ഉള്ളൂ. നമ്മളത് അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കേസിനെ നമുക്ക് പ്രതികൂലമായി സർ ബാധിക്കും. സർ, ഞാൻ 93 റൂളിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 93 റൂളിൽ പ്രത്യേക കടമുറികൾ ഉള്ളവർക്ക് പട്ടയം കൊടുക്കാൻ പറയും. സർ, നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി, റൂളിൽ ഒരു അമെന്റ്മെന്റ് നടത്തിയാൽ മതി. അത് എത്രയാണ് കടമുറിയുടെ വിസ്തീർണം എന്ന് തീരുമാനിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും. സാർ, ഇപ്പോൾ ഏലം കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നില്ല. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല. ദുരന്ത നിവാരണ പ്രകാരം 13 പഞ്ചായത്തിൽ നിയന്ത്രണം. ഇലക്ട്രിസിറ്റി എടുക്കുന്നതിന് വരെ NOC മേടിക്കണം. സാർ, ഇടുക്കി ജില്ലയിലെ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും, തൊടുപുഴ ഒഴിച്ചുള്ള ബാക്കി 4 നിയോജക മണ്ഡലങ്ങളിലും ഈ ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ ഉത്കണ്ഠയിലാണ്. സാർ, അനിശ്ചിതത്വത്തിലാണ്. ഈ CHR സ്റ്റേയും 64 സ്റ്റേയും അതുപോലെ ഈ വ്യാപകമായ കയ്യേറ്റങ്ങൾ, ചിന്നക്കനാലിന് അടുത്ത്, ഞാൻ റവന്യൂ മന്ത്രിയുടെ അല്ലാത്തതുകൊണ്ട് ഫോറസ്റ്റ് മന്ത്രിയുടെ ആയതുകൊണ്ട് ആ പോയിന്റ് പറയുന്നില്ല. റവന്യൂ മന്ത്രിക്കാണ് നോട്ടീസ്, അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഫർ സോൺ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്, ഫോറസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാതിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് നോട്ടീസായി. വ്യാപകമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ജില്ലയിൽ നിലനിൽക്കുന്നു. എല്ലാവരും ഉത്കണ്ഠയിലാണ്. വർഷങ്ങളായി, തലമുറകളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റക്കാർക്കും ഉണ്ടാകുമ്പോൾ സാർ, കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുകയാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി രാഷ്ട്രീയമായ പിൻബലത്തോടുകൂടി, രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആയിരക്കണക്കിന് ഏക്കർ സർക്കാരിന്റെ ഭൂമി കയ്യിൽ വെക്കുകയാണ്. അവർ മറച്ചു വിറ്റ് കോടികൾ സമ്പാദിക്കുകയാണ്. സാർ, ഈ കയ്യേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. സാർ, കയ്യേറ്റക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കയ്യേറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് കാരണം പറ്റുന്നില്ല. സാർ, കയ്യേറ്റക്കാർക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിലും അതുപോലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ നിയമപരിഹാരം ഉണ്ടാക്കാത്തതിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു.